ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഒരു നാട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. BJPയുടെ പാലക്കാട് കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ നൽകിയിരിക്കുന്ന പരാതി, ഈ പരാതിയുടെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉന്നത കുലജാതരായിട്ടുള്ള കുറേ ആളുകൾക്ക് മനസ്സിലേറ്റിട്ടുള്ള മുറിവ്, അതായത് നിങ്ങൾ തമ്പുരാക്കന്മാരല്ല എന്ന് വേടൻ പറയുന്നത്, ആ വാക്കിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഈ BJP സംഘപരിവാർ ശക്തികൾക്ക് അകത്തുണ്ട്. വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷേപം നടത്തി NIAക്ക് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരത്തിയാണെന്നേ, അതിനെന്താ പ്രശ്നം? വേടൻ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കും, വേടൻ്റെ ആശയങ്ങൾ നിലനിൽക്കും. വേടനെയൊന്നും NIAയെ കാണിച്ച് പേടിപ്പിക്കാനായിട്ട് സംഘപരിവാർ ശക്തികൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. വേടനെതിരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന സംഘപരിവാർ ശക്തികളുടെ ആക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പാലക്കാട് നഗരസഭാ കൗൺസിൽ, എനിക്ക് കൃത്യമായി അവരുടെ പോസ്റ്റ് അറിയില്ല എങ്കിലും, അതായത് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ചിട്ടുള്ള C കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാറാണ് വേടനെതിരെ NIAക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതെ, പരാതി നൽകിയിരിക്കുകയാണ്. മോദിയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് പാട്ടിലൂടെ നടത്തിയിട്ടുള്ളതെന്ന് പേര് പറഞ്ഞിട്ട് ആക്ഷേപിച്ചു എന്നാണ് പരാതി. അപ്പോ എങ്ങനെയായിരിക്കും ഇനി അതിന്റെ ഒരു വേടനെതിരെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ? ഇത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ UDFും LDFും വേടന് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ BJP ഇതിനെതിരെ തുടർച്ചയായിട്ട് BJPയിലെ ആളുകൾ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഒരു നാട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ സെൻസർഷിപ്പ് ഒന്നും മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്താനായിട്ട് സാധ്യമല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇവിടെ വേടന് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. പക്ഷേ വേടനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി NIAക്ക് പരാതി കൊടുത്തതിന് പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഉന്നത കുലജാതരായിട്ടുള്ള ചില ആളുകൾ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വേടന്റെ പേര് പറഞ്ഞിട്ട് ഹരിദാസ് മുരളി എന്ന് പറഞ്ഞ ബ്രാക്കറ്റിലെ മദർ ശ്രീലങ്ക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പരാതി NIAക്ക് നൽകിയിരിക്കുന്നത്. ഒരുപാട് ശ്രീലങ്കക്കാര് ചെന്നൈ ആസ്ഥാനമായിട്ട് താമസിക്കുന്നുണ്ട്. LTTയുടെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഒരുപാട് റെഫ്യൂജികൾ ചെന്നൈയിലൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട്. അവരിൽ പലർക്കും ഇന്ത്യയുടെ പൗരത്വം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ചില ഫണ്ടുകൾ വരെ നീക്കി വെച്ചിരുന്നു അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. കാരണം അവരൊക്കെ സമാധാനം ആഗ്രഹിച്ചിരുന്ന കുറേ ആളുകളാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ ഒരു മലയാളി കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചത് അതൊരു വലിയ തെറ്റായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അത് അറിവില്ലായ്മയുടെ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏതെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ് വേണ്ടത്. വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കും, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും എൻ്റെ മക്കളെ നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരൻ ജയിലിന് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് വേടന് ഇത്രയധികം സ്വീകാര്യത ഉണ്ടായതും. BJPയുടെ പാലക്കാട് കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ നൽകിയിരിക്കുന്ന പരാതി, ഈ പരാതിയുടെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉന്നത കുലജാതരായിട്ടുള്ള കുറേ ആളുകൾക്ക് മനസ്സിലേറ്റിട്ടുള്ള മുറിവ്, അതായത് നിങ്ങൾ തമ്പുരാക്കന്മാരല്ല എന്ന് വേടൻ പറയുന്നത്, ആ വാക്കിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അത് ചില ആളുകൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. അതിനാൽ വേടനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് അവർ കരുതുന്നു. വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയ ആശയം അത് കേരളത്തിലെ ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ ഒരു ശബ്ദമായിട്ട്, ഒരു സ്വരമായിട്ട് വേടൻ്റെ ആശയങ്ങൾ മാറുന്നു. വേടൻ എന്നൊരു വ്യക്തിയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ പോലും വേടൻ്റെ ആശയങ്ങളെ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ജയിലിൽ പിടിച്ചിട്ട് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു, അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. രാത്രി വെളുക്കുന്നതിന് മുമ്പ് തന്നെ AK ശശീന്ദ്രനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും തങ്ങളുടെ നിലപാട് മാറ്റേണ്ടതായിട്ട് വന്നു. അറസ്റ്റ് ചെയ്ത് ഹീറോ ആകാൻ വേണ്ടിയിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ സർക്കാരിന് പോലും വേടന് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് മാറേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആവേശമായി, ഒരു തീജ്വാലയായി കേരളത്തിൽ വേടൻ മാറുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കുക BJPക്കാണ്. BJP ഉയർത്തുന്ന
ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിനെ BJP ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശശികലയും ഇന്ന് ഈ കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാറും ഒക്കെ വേടനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവർ നൽകിയിരിക്കുന്ന പരാതിയിൽ വേടന്റെ അമ്മ ശ്രീലങ്കക്കാരത്തി ആയിക്കൊള്ളട്ടെ, എന്താ കുഴപ്പം? ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് പല ആളുകളും വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പരാതി നൽകുന്നതിന് അമ്മ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. വേടൻ ഇനി അഥവാ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വേടന്റെ വാക്കിലൂടെ വേടൻ പറഞ്ഞ കാര്യം അമ്മ ശ്രീലങ്ക ആയതുകൊണ്ട് ഇങ്ങനെ എന്ന് വ്യക്തമാക്കേണ്ട ഒരു പരാതിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഈ BJP സംഘപരിവാർ ശക്തികൾക്ക് അകത്തുണ്ട്. അപ്പോൾ അവർക്ക് എന്തും പറയാം. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. തികഞ്ഞ പരാജയമായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വാർഡ് മുതൽ പാർലമെന്റിലേക്ക് വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിട്ട് ജയിക്കുകയല്ല പ്രധാനം, മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ മത്സര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വേടനെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ ലഭിക്കും എന്നുള്ളൊരു മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വേടൻ്റെ വരികളിൽ തെറ്റുണ്ടെങ്കിൽ, അതായത് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അത് സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ സോഷ്യലിസ്റ്റ് രാജ്യത്ത് അല്ല അവരും ആയിക്കൊള്ളട്ടെ, ആ വരികളെ നമുക്ക് തിരുത്താലോ. അങ്ങനെ ഒരു വരികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വരികളെ നമുക്ക് തിരുത്താം. പക്ഷെ അതിന് വേടന്റെ അമ്മ ശ്രീലങ്കക്കാരത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷേപം നടത്തി NIAക്ക് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. വേടന്റെ അമ്മ ശ്രീലങ്കക്കാരത്തിയാണെന്നേ, അതിനെന്താ പ്രശ്നം? ഈ ശ്രീലങ്കയിൽ നിന്ന് അഭയം തേടി ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. NIA എന്തന്വേഷിക്കണം? NIA അന്വേഷിക്കേണ്ടത് ഇത് ആന്റി നാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ വേടന ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ വേടൻ ഉയർത്തിക്കൊണ്ട് വരുന്ന രാഷ്ട്രീയത്തെ ഇവർ ഭയപ്പെടുന്നു. കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ BJPക്കകത്തുണ്ട്, സംഘപരിവാര ശക്തികൾക്കകത്തുണ്ട്. ഇവരെല്ലാം തങ്ങളെ വിട്ടു പോകുമോ? പണ്ടത്തെ അവസ്ഥ അറിയാമല്ലോ. ഈ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർ പറയുന്നതായിരുന്നു നീതി, അവർ പറയുന്നതായിരുന്നു ന്യായം. ഭയങ്കര ഹൈപ്പോടുകൂടി കൊണ്ടു നടക്കുന്ന നേതാക്കൾ BJP തന്നെ. തീർച്ചയായിട്ടും. കാരണം ഇന്ന ജാതിയാണ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എനിക്ക് അടുത്ത പ്രാവശ്യം ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ ഒരു MP ഉള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇതാണ് ഇത്ര വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു മനുഷ്യർ താമസിക്കുന്ന ഒരു നാട്ടിലാണ് സുരേഷ് ഗോപി, വേറെ ആരല്ല പറഞ്ഞു, സുരേഷ് ഗോപി തന്നെയല്ല പറഞ്ഞു, എനിക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ തട്ടിവിട്ട അദ്ദേഹമല്ലേ. ഇപ്പോഴും ആ ജാതി ചിന്ത മനസ്സിൽ പേറുന്ന ആളുകളുണ്ടെന്നേ. നമ്മുടെ പ്രളയം വന്ന സമയത്ത് ഇവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, ഈ ഉന്നത കുലജാതന്മാരോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കോവിഡിന്റെ സമയത്തും എല്ലാവരും സ്കൂളിന്റെ ഒരു ഹാളിൽ ഒരുമിച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അടക്കം ചെയ്തത് ഒരുമിച്ചായിരുന്നു, സർവ്വമത പ്രാർത്ഥനയായിരുന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരെല്ലാം കൂടെ ഒരുമിച്ചല്ലേ. അവിടെ ജാതി ഉണ്ടായിരുന്നു, മതമുണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ മനുഷ്യനെ വേർതിരിക്കുക. അപ്പോൾ വേറൊരു സംഘപരിവാർ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാതി ചിന്തകളൊന്നും ഇല്ലാതിരുന്ന മലയാളിയുടെ മനസ്സിലേക്ക് വീണ്ടും ജാതി ചിന്തകൾ കൊണ്ടുവരികയാണ് വേടൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇന്നും നീതി നിഷേധിക്കപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. തോട്ടം മേഖലയിൽ ദളിത് യുവതികൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളുണ്ട്. വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ജാതി മാധ്യമപ്രവർത്തകർ എന്തോ ചോദിക്കുമ്പോൾ അത് കോമഡി അല്ലേ എന്ന്, ജാതി ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം അത് കോമഡി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേടൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് ജാതി മാത്രമല്ല ഇതിനകത്തെ പ്രശ്നം. ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ അടിമകളാണ് എന്ന ചിന്ത ചില ആളുകളുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മൂന്നാർ മേഖലകളിലൊക്കെയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. ഈ തേയിലത്തോട്ടങ്ങളിലും അതോടൊപ്പം തന്നെ ഏലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ദളിത് പെൺകുട്ടികൾക്ക് പീഡനമേൽക്കേണ്ടി വരുന്നുണ്ടെന്നേ. ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ പരിശോധിക്കാറുണ്ടോ? ഇന്നും അവർ താമസിക്കുന്ന അവരുടെ ജീവിതാവസ്ഥകൾ നമ്മളൊന്ന് പരിശോധിക്കണം. ലയങ്ങളിൽ താമസിക്കുന്നവർ പൊട്ടിയൊലിച്ചു വീഴുന്ന ലയങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുട പിടിച്ച് വീടിനകത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയൊന്നും കൺസിഡർ ചെയ്യാൻ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇന്നും 300-350 രൂപ മാത്രമാണ് അവരുടെ ശമ്പളം എന്ന് പറയുന്നത്. അവിടെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ഒരു വലിയ കൊള്ളയുണ്ട്. ട്രേഡ് യൂണിയനിൻ്റെ നേതാക്കന്മാർ അവിടെ നിന്ന് പണം കൈപ്പറ്റി തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ.
ഈ തോട്ടം മേഖലകളിലെല്ലാം പൊതുവായൊരു പ്രശ്നമാണ്. ഈ തോട്ടം മേഖലയിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരെ ഇന്നും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആദിവാസികളുടെ പ്രശ്നം എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ഈ സർക്കാരിന് സാധിക്കത്തുമില്ല. കാരണം ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, കുറേ ബോർഡുകൾ വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ സാമൂഹികമായ ഒരു ഉന്നമനത്തിന് വേണ്ടി, ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്? അവിടെ നല്ല സ്കൂളുകൾ ഉണ്ടാക്കാനായിട്ട്, അതല്ലെങ്കിൽ അവരെ മികച്ച രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടത് ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു മന്ത്രിയോടെ പോകും, ഒരു നാട മുറിക്കും, എന്തെങ്കിലും ഒരു ഉദ്ഘാടനം നടത്തും, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തും എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ഇവരെ സമൂഹത്തിന് മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് ഈ സർക്കാരുകളുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഈ ദളിത് വിഭാഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിലേക്ക് നിങ്ങൾ സ്വതന്ത്രരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമാണെന്ന് വേടനെ എതിർക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് സംഘപരിവാർ നേതൃത്വം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേടൻ ഉയർത്തുന്ന ആശയങ്ങൾ ഇവിടെ നിലനിൽക്കും, അതിനെ ജനങ്ങൾ ഏറ്റെടുക്കും. വേടൻ എന്ന ഒരു ചെറുപ്പക്കാരനല്ല, അയാൾ ഉയർത്തിയിരിക്കുന്ന ആശയങ്ങൾ ഇങ്ങനെ ഓരോ ചെറുപ്പക്കാര് ഈ ലോകത്ത് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ആശയങ്ങളാണെന്ന് പിന്നീട് കമ്മ്യൂണിസമായിട്ടും ഒക്കെ ഗാന്ധിസമായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ ആശയത്തെ ഇവർ ഭയപ്പെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഉയർത്തിവിടുന്ന ആശയങ്ങൾ, വാളെടുത്തവൻ ഭരണത്തിലിരിക്കുന്നു, വാക്കെടുത്തവൻ ജയിലറയ്ക്കുള്ളിലാകുന്നു എന്നൊക്കെ പറയുന്നത് ഈ ജീവിത യാഥാർത്ഥ്യങ്ങളല്ലേ? ഇവിടെ അത് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേടൻ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കും, വേടന്റെ ആശയങ്ങൾ നിലനിൽക്കും. വേടനെയൊന്നും NIA കാണിച്ച് പേടിപ്പിക്കാനായിട്ട് സംഘപരിവാര ശക്തികൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണേണ്ടി വരിക.